നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയെ ചൊറിയാൻ നോക്കിയ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി കൊടുക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയെ പ്രകോപിപ്പിച്ചതിന് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവയും കുത്തനെ കൂട്ടാനായി തീരുമാനം. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇനി ആർക്കും തന്നെ തടയാനാകില്ല, അതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വെളിപ്പെടുത്തുകയാണ്. അലൂമിനിയത്തിനും സ്റ്റീലിനും ഉൾപ്പെടെ 50% തീരുവയാണ് അമേരിക്ക ഈടാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുള്ള മറുപടി അതേ നാണയത്തിൽ ഇന്ത്യയും കൊടുത്തു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തിയായിരിക്കും കേന്ദ്ര സർക്കാർ തിരിച്ചടിക്കുക. ദേശീയ മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്നുമാണ് ട്രംപ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നത്. അന്ന് പറഞ്ഞുറപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് പാലിക്കാൻ ട്രംപ് വിമുഖത കാണിക്കുകയാണ്. അതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യ പ്രതികരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഏറെ ചൊടിപ്പിച്ചതും പറഞ്ഞു വെച്ച വാക്കിൽ നിന്നും പിന്നോട്ട് പോയത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിലേക്ക് $86 ബില്യൺ ഉൽപ്പന്ന കയറ്റുമതി നടത്തുന്നുണ്ട്. തിരികെ അമേരിക്ക ഇന്ത്യയിലേക്ക് $45 ബില്യൺ കയറ്റുമതിയാണ് ചെയ്യുന്നത്. $41 ബില്യൺ വ്യാപാര മിച്ചം. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ഇതാണ് നേട്ടമായിട്ടുള്ളത്. ഇന്ത്യ അമേരിക്ക വാർഷിക വ്യാപാരം 500 ബില്യണിലേക്ക് ഉയർത്താൻ ഉഭയകക്ഷി വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫെബ്രുവരിയിൽ ഒരു ചർച്ചയിൽ ധാരണയായിരുന്നു. ആ ധാരണയിൽ എത്തിയിട്ടാണ് ട്രംപ് താരിഫ് യുദ്ധം ഇന്ത്യയോട് നടത്തുന്നത്. ആദ്യം ചൈനയോട്, മറ്റു രാഷ്ട്രങ്ങളോട്, ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് മേലും അമേരിക്ക ഇത്തരത്തിലുള്ള കടന്നാക്രമണം നടത്തുന്നു. ആദ്യം 25%, പിന്നീട് ഭീഷണി മുഴക്കിയപ്പോൾ വീണ്ടും ഒരു 25% ഇന്ത്യ പിന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അങ്ങനെ ആകെ 50% തീരുവ. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയാണ് ഈ നീക്കമെങ്കിൽ പോലും അതിന് മറ്റു ചില താല്പര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാം. അമേരിക്കയുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്കുള്ള ഒരു വിപണി തുറന്നു കൊടുക്കണം ഇന്ത്യ എന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ തന്നെ തച്ചു തകർക്കാൻ ഇത് കാരണമാകും. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ 44% വരുന്ന സാധാരണ ജനങ്ങൾക്കത് വലിയൊരു തിരിച്ചടിയായി മാറും. പ്രത്യക്ഷത്തിൽ പരോക്ഷമായി മറ്റു പല ബുദ്ധിമുട്ടുകളും രാജ്യത്തിനകത്തുണ്ടാകും. അതിനു പുറമെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപാണെന്നുള്ള അവകാശവാദത്തെ ഇന്ത്യ പരസ്യമായി തന്നെ തള്ളിക്കളഞ്ഞത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇന്ത്യയുമായി ഇനി ഒരു തരത്തിലുള്ള ചർച്ചയും ഇല്ല എന്നാണ് ട്രംപും പറയുന്നത്. ഊർജം, സേവനം എന്നീ മേഖലകളിലെ കയറ്റുമതികളിൽ ഇന്ത്യക്ക് മേൽ അമേരിക്കയ്ക്ക് ഒരു മുൻതൂക്കമുണ്ട്. അത് ഇന്ത്യ കടുത്ത തീരുവ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള സൂചന ഇതിന് പിറകെ നൽകുകയാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ ഒരു പ്രതികരണം പങ്കുവച്ചിട്ടില്ലെങ്കിൽ പോലും ഉറപ്പായും ഇത്തരത്തിലായിരിക്കും തിരിച്ചടിക്കാൻ തയ്യാറാവുക. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് 60 വർഷത്തിനിടയിൽ തൊടാതിരുന്ന സിന്ധു നദീജല ഉടമ്പടി കരാറിൽ ഇന്ത്യ ശക്തമായി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഇനി അമേരിക്കയുമായി എന്ത് തരത്തിലുള്ള ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ട്രംപിന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കും. ട്രംപിനെ പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ഒരു സൂചനയായിരുന്നു. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാനും അതിനെ മുരടിപ്പിക്കാനും ശ്രമിക്കുന്ന ചില പാശ്ചാത്യ ശക്തികൾക്കെതിരെ ശക്തമായ യുദ്ധം നടത്താൻ ഇന്ത്യ ഒട്ടും തന്നെ മടിക്കില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാനും ചില ബാഹ്യശക്തികൾ നടത്തുന്ന ചില ശ്രമങ്ങൾ അത് വില പോകില്ല എന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും ട്രംപിനുള്ള പരോക്ഷ മറുപടി എന്നോണം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തെ തകർക്കാൻ ആഗോള ശക്തികൾ പല രീതിയിൽ കിണഞ്ഞു പരിശ്രമിക്കുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളിൽ പേരെടുത്തു പറയാതെ ആയിരുന്നു രാജ്നാഥ് സിംഗിന്റെ ഈ വിമർശനം. ചില ബോസുകൾക്ക് അസൂയയാണ്. ഇന്ത്യയുടെ വളർച്ച അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം. ഇന്ത്യയുടെ വികസനം എത്രത്തോളം വേഗത്തിലാണ് എന്നുള്ളത് അത് ചിലരെ ഏറെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും ബോസ് ഞാനാണെന്നിരിക്കെ ഇന്ത്യ എങ്ങനെയാണ് ഇത്രയും വേഗത്തിൽ വളരുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നതെന്നാണ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രി വിമർശിച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ആദ്യം ചുമത്തി, പിറകെ 25% പിഴയും ചുമത്തി. അതിൽ പ്രതികരിച്ചുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് ഇക്കാര്യം പറഞ്ഞത്. താരിഫ് നിരക്കുകൾ ഇനിയും ഉയർത്തുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരണപ്പെട്ടു എന്നുള്ള അധിക്ഷേപം, ഇതിനൊക്കെയുള്ള ശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യക്കാരുടെ കൈകളാൽ ഇന്ത്യയിൽ നിർമ്മിച്ച വസ്തുക്കൾ മറ്റുള്ളവയേക്കാൾ വില കൂടുതലാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ വില ഉയരുന്ന സമയത്ത് ലോകം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിക്കും. എന്നാൽ ഇന്ത്യ അതിവേഗം മുന്നേറുന്നു, വളരുന്നു. ഒരു പ്രധാന ആഗോള ശക്തിയാകുന്നതിൽ നിന്നും ഇനി ആർക്കും തന്നെ ഇന്ത്യയെ തടയാൻ കഴിയില്ല. 24,000 കോടിയിലധികം മൂല്യമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കയറ്റി അയക്കുന്നത്. പുതിയ ഇന്ത്യയുടെ ശക്തി അതാണ്. പുതിയ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും അങ്ങനെയാണ്. താരിഫ് പ്രതിസന്ധികൾ പ്രതിരോധ മേഖലയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുന്നു രാജ്നാഥ് സിംഗ്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.